നേരം വെളുക്ക തിന്നാ മിക്കവാറും ആ പട്ട വലിച്ചൊരു ഏറ് ഇങ്ങോട്ട് എറിയാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂരാട്ടോ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യേണ്ടത്. ഒരു 1-2 മാസമായി ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട്. നമ്മൾ പോകാൻ പോകണ്ടേ ഗുരുവായൂർ ആനക്കോട്ടയാണ്. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനകളെ, നടയിരുത്തപ്പെട്ട ആനകളെ പരിപാലിക്കുന്ന സ്ഥലമാണ്. അതായത് ഏകദേശം ഒരു 10-46 ആനകളോളം അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആനകളെന്നും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ സംരക്ഷിക്കുന്ന ഒരു കോട്ടയാണ് ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ട. 1985 ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗമായ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ കോട്ടയിൽ 6-7 വർഷങ്ങൾക്ക് മുന്നേ വരെ ഏകദേശം 100-ൽ പരം ആനകൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 46 ആനകളാണുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ നടയിരുത്തിയ ആനകളെയാണ് ഇവിടെ പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്നത്. പ്രശസ്തരായ സിനിമാ താരങ്ങളായ മലയാള നടൻ സുരേഷ് ഗോപി, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത എന്നിവരുടെ ആനകൾ വരെ ഇവിടെയുണ്ട്. ശരിക്കും പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത് ഉള്ളിൽ കാണുന്ന കോവിലകമാണ്. അതിന് ഏകദേശം 400-ൽ പരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും ക്ലാസിക് മൂവിയായ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ പുത്തൂരൻ തറവാടായി കാണിക്കുന്നത് ഈ കോവിലകമാണ്. ഈ വീഡിയോ ആനകളെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളിക്കും സമർപ്പിക്കുന്നു. ഇങ്ങോട്ട് കയറ്റിക്കോ. അത് ബൈക്കാണല്ലോ. ഇവിടെ വരെ പെട്ടോ, നേരം കൊണ്ടേക്കോ. അവിടെ എവിടെയും നിർത്തിക്കോ. ആ തെങ്ങിൻ്റെ കേട്ടോ. ബൈക്കാണല്ലോ. അതിൻ്റെ ഉള്ളിലൊക്കെ മോഹത്തണം. ₹20. ₹20. അതാ ടിക്കറ്റ്.
ടിക്കറ്റ് എടുത്തോണാവോ? ആ ടിക്കറ്റ് ഇന്ന് തന്നെയാണ്. അതിന് വല്ല ഇറച്ചിയോ ഇതൊക്കെ ആനകളാണ്. ആനുണ്ട് 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 അവിടെ ആനുണ്ട്. ആനനെ എന്നിട്ട് ഫസ്റ്റത്തെ ആള് ഫസ്റ്റത്തെ ആന കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേനും ആദ്യം കാണുന്നത് നമ്മളിവിടെ എത്തുമ്പോൾ ആദ്യം കണ്ട ആനയിട്ടത് ആനക്കോട്ടയ്ക്ക് കയറുമ്പോൾ തന്നെ ഏറ്റവും മുന്നിലുള്ള ആനയാണിത്. ഇതിൻ്റെ പേരാണ് ഗുരുവായൂർ നന്ദൻ. ഈ ആനക്കൊരു പ്രത്യേകത ഉണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും തൂക്കം കൂടിയ ആനയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ മതപ്പാടിലാണെങ്കിലും അല്ലെങ്കിലും ഈ ആനനെ ഇവിടെ തന്നെ കെട്ടലുള്ളൂ. കാരണം ഇത് അത്ര അക്രമ സ്വഭാവമൊന്നും ഇതുവരെ അവിടെ വരുന്ന ആൾക്കാരോട് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മതപ്പാടാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ തന്നെയാണ് സാധാരണ കട്ടൽ. മുന്നേ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ മുന്നേ തന്നെ ഈ ഫസ്റ്റ് ഈ ആന ഉണ്ടാവുക. ഇതോ ഇത് പുതിയതല്ല. ഇതൊരു 4-5 കൊല്ലം മുന്നേ വന്നപ്പോൾ ഞാൻ കണ്ടത്. വരുമ്പോൾ തന്നെ ഏറ്റവും മുന്നിൽ ചിലപ്പോൾ ആ പട്ടൊക്കെ എടുത്തോണ്ട് ഒറ്റ ഏറെ കയറാം. ഇത് അടുത്താള് വേറെ ആളാട്ടോ. എന്തുള്ള മനസ്സിലായില്ല. നാൽപ്പത്താറ് എത്ര 50 ആന 46 ആനൊക്കെ ഉണ്ട് തോന്നുന്നു. ഓരോ ആനക്കും ഓരോ പേരുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരാനോ അറിയില്ല. കാരണം ഇവിടെ ആദ്യം ഓരോ ആനൻ്റെ കഴുത്തിലും ഒരു ചങ്ങല ഉണ്ടില്ല, അതിനൊരു ടാഗ് തൂക്കിയിട്ടുണ്ടാവും അതിൻ്റെ പേര് എഴുതിയിട്ടുള്ള. പക്ഷെ ഇപ്പം അതുപോലെ എടുത്തു വെച്ചൊക്കെയാണ്. കാരണം എന്തെങ്കിലും പിന്നെ ഉത്സവമോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആനനെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ആ ടാഗ് ഇട്ട് കൊടുക്കലുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് വെള്ളം നനഞ്ഞിട്ടൊക്കെ അതിൻ്റെ മാഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് എടുത്ത് ഊരി വെച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആനകളുടെ പേരൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് തന്നെ ചിലപ്പോൾ കറക്റ്റ് അറിയാത്ത ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അറിയേണ്ട കുറച്ച് ആനകളുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പന്ത്രണ്ടാമത്തെ ആന കിട്ടിയോ? അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പോകുമ്പം ഇനിയും കുറേ ആനകൾ കാണാനുണ്ട്. ഇതെന്താണോ പയറ് അമ്പലമാണോ? അമ്പലം ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലുള്ള പഴയൊരു അമ്പലം കേട്ടോ. ഒരുപാട് കാലം മുന്നേ വഴക്കുള്ള അമ്പലമാണ്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 100 കൊല്ലം. 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 100 കൊല്ല
ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെ മലപ്പാടുള്ള ആ മാറ്റി കെട്ടിയതാ. ഇവിടെ നോ എൻട്രി കേട്ടോ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർക്ക് ഈ വഴി പോകാൻ പറ്റില്ല. കാരണം അവിടെ മതപ്പാടുള്ള കുറച്ച് അക്രമകാരികളായ ആനകളൊക്കെ അവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ആൾക്കാരെ പ്രവേശിക്കാൻ വിടുന്നതല്ല. ഈ ആന മതപ്പാടി മതപ്പാടി മതപ്പാടിയാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഈ ആന മതപ്പാടിലാണെന്ന്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സന്ദർശകർ അകലിൽ നിന്ന് മാത്രം കാണുക. കൂടുതൽ സമയം ഇവിടെ നിൽക്കരുത് ഉള്ളൊരു ഇതാണത്. മിക്കവാറും ആ പട്ട വലിച്ചൊരു ഏറ് ഇങ്ങോട്ട് എറിയാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ആ ബോർഡ് വായിച്ചപ്പോൾ തന്നെ അതിന് മനസ്സിലായി. ആനത്തൊള്ള കണ്ടിട്ടുള്ളവരെ ആനത്തൊള്ള ആനയുടെ തൊള്ള കിട്ടിയില്ല. ഒന്നും പാടെ പൊന്തിച്ചോ? ഒരട്ടും കൂടി പൊട്ടിച്ചു തരുമോ? ഞാനല്ലേ ചേച്ചി, ഒന്നും കൂടി. ബാബുവിൻ്റെ റിക്വസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ആന വീണ്ടും തൊള്ള പൊള്ളിക്കാൻ പോവുകയാണ്. കൊണ്ടിക്ക് കൊണ്ടിക്ക് തൊള്ളാട്ടിയ ആറിന ആട്ടിയ 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 ആ അങ്ങനെ ഒന്നും കൂടി. ഒന്നുകൂടി മാമു ചോദിച്ചണ്ട മാമു. ആ രക്ഷയില്ല, അവൻ പറഞ്ഞതേക്കൂല. മഴ പെയ്തിട്ടേ നല്ലതും തണുത്തോണു. ഹലോ ഫുള്ള് ക്ലിയർ ആക്കി എഴുതിയില്ലേ? ഇങ്ങോട്ട് എഴുതി വിടാനില്ല. ഒരു കുഞ്ഞിമ്മ. ഇതവിടുത്തെ ചെറിയൊരു കുഞ്ഞിമ്മയാണ് കേട്ടോ. പിടിയാനയാണ്, പിടിയാന. ഒറ്റക്ക് നിന്നങ്ങനെ ആസ്വദിച്ച് തിന്നാണ്. ആനകളെ കാണാൻ പൂതിയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, പള്ളർച്ച് ആനനെ കണ്ടിട്ട് മതി മറന്ന് ഇവിടുന്ന് പോവാം. പിന്നെന്താ വെച്ചാൽ എല്ലാം അത്യാവശ്യം ഫേമസ് ആയ ആനകൾ തന്നെ കേട്ടോ, ഒന്നും മോശമല്ല. ഇവരൊക്കെ നോക്കാൻ വേണ്ടി ഏകദേശം ഒരു 100-ന്റെ മേലിൽ പാപ്പന്മാരുണ്ട് എന്നാട്ടോ ഇവിടെ ഉള്ള ആൾ പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ എന്നും കുളിപ്പിച്ച് നല്ല ഉഷാറാക്കി നിർത്തും. എന്നാലും മണ്ണൊക്കെ എടുത്ത് കാണ്ട് മേത്തേക്ക് എറിഞ്ഞിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ രണ്ടാമത് പിന്നെ വെള്ളം അടിക്കേണ്ട രീതിക്കാവും. പിന്നെ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാണ്. रे
പേര് ആദ്യം പേര് തൂക്കില്ല. അതെന്ത് എന്താ പറഞ്ഞപ്പോ ഒരാവശ്യം കഴിയുമ്പോൾ തൂക്കില്ല. അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമേ നോക്കത്തുള്ളൂ. തൂക്കിയില്ല അതിൻ്റെ പെയിൻ്റ് കംപ്ലീറ്റ് പോകും. അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ കൊണ്ടുപോയി ഒട്ടായിരുന്നു. ഒട്ടാനി എറിയും കുറെ. കുറുമ്പ് കാണിച്ചേ ഒരാവശ്യമില്ലാതെ അടുത്ത് അപ്പുറത്ത് കിട്ട്. കുറുമ്പിൻ്റെ ആശാന്മാരാണ്. പുതിയ ഐറ്റംസാണ്. ആ അതിൻ്റെ കൊമ്പൊന്ന് മുറിഞ്ഞ ഗുണല്ലേ ഇതൊക്കെ. ഇങ്ങോട്ട് ഇത് മുന്നേ ഇതിൻ്റെയൊക്കെ പേര് തൂക്കിക്കാണ്ട് ഒരു ടാഗ് ഉണ്ടായിരുന്നു കൗത്തിൽ. അത് നോക്കി നമുക്ക് ഓരോരുത്തർ പേര് മനസ്സിലായി. അതുപോലെ എന്തെങ്കിലും ഉത്സവം പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തൂക്കലുള്ളൂ പറഞ്ഞു. ബാക്കി അവരുടെ പ്രൈവറ്റ് ആണുള്ളത്. അപകടം ഉണ്ടായാലും പുന്നത്തൂർ കോട്ടനെ കുറിച്ചിട്ടാട്ടോ മൂപ്പര് പറഞ്ഞത്. നമ്മൾ കുറച്ചും പാടെ മുന്നോട്ട് പോയാൽ കാണാൻ പറ്റും. ഒരു 400 വർഷത്തോളം പഴക്കമുള്ള ഒരു കോവിലകാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളത് ഇപ്പോൾ നിലവിലെ ആൾക്കാരെ കയറ്റണില്ല. ഉള്ളിൽ കാണാനുള്ള സൗകര്യമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഓടും കാര്യങ്ങളൊക്കെ ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പോൾ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഈ അടുത്ത് തന്നെ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തുറന്നു കൊടുക്കുള്ളൂ എന്നാണ് ഇപ്പോൾ മൂപ്പര് നമ്മളോട് പറഞ്ഞത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തി നേടിയ ഒരു ആനയാണിട്ടത്. ഗുരുവായൂർ രാജശേഖരൻ. ഒറ്റക്കൊമ്പനാണ്. പക്ഷെ ഇവനൊരു കൊമ്പും കൂടി ഉണ്ട്. അത് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ
സ്പോൺസർ ചെയ്ത ഒരു കൊമ്പുണ്ട്, അത് വെക്കലുണ്ട് സാധാരണ. ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ള ആന കേട്ടോ, അതായത് ഒരുപാട് പേര് കേട്ട ആനയാണ്. ഡിക്കാറില്ല ആ സുരേഷ് ഗോപിൻ്റെ തൃശ്ശൂർ ഞാനിങ്ങോട്ട് എടുക്കുകയാണ്. ഇത് നമ്മളെ സുരേഷ് ഗോപിൻ്റെ ആന കേട്ടോ. ഇതന്നെയല്ലേ ഏരിയ? ഈ മൂപ്പർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂപ്പര് അങ്ങനെ തലാട്ടിക്കൊണ്ടിരിക്കും. അപ്പം പുല്ലേ ഓർമ്മയുണ്ടോ? ഈ മുഖം സെയിം അതന്നെയാണ്, ഒരു മാറ്റമില്ല. ഞാൻ പണ്ട് ഇവിടെ ഒരു 6 വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തും ആൾക്ക് ഒരു മാറ്റമില്ല, ഇതേമാതിരി തന്നെയാണ്. കണ്ടോളി, ഉണ്ടോ ആ തല? അത് അദ്ദേഹം നടയിരുത്തിയ ആനയാണ്. നല്ല രസമാട്ടോ. ഇതിൻ്റെ പേരെന്തോ ലക്ഷ്മി അല്ലേ പേര്? ലക്ഷ്മിയാണ് തോന്നുന്നു. ലക്ഷ്മി നാരായണൻ എന്നാട്ടോ അതിൻ്റെ പേര്. സുരേഷ് ഏട്ടൻ്റെ ആനയാണ്. ഇതാണ് എന്ത് ആനക്കൂട്. പുതിയ ആനനെ കൊടുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ഉത്സവത്തിന് കൊണ്ടുപോകാനും എല്ലാത്തിനുള്ള ചട്ടങ്ങളൊക്കെ പഠിപ്പിച്ച് മെരുക്കി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കും. അപ്പോൾ ഫുൾ ക്ലിയർ. വാ, കോട്ടൻ്റെ അടുക്കൊന്ന് പോയി നോക്ക്. വാ, ഇതാവണു കുന്നത്തൂർ കോട്ട. ഈ കോട്ടയാണ് പണ്ട് ചരിത്രത്തിലൊക്കെ ഉള്ളത്. ഇത് പിടിച്ചേ, എടുത്തോ, ഞാൻ പറഞ്ഞത്. ഈ കോട്ടയാണ് നമ്മൾ പണ്ട് എന്താ പറയുക സ്വന്തം തോൽപ്പിക്കാനുണ്ടാവില്ല മക്കളെ, ഇരുമ്പാണി വളച്ച് മുള്ളാണി കൊണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ആണി ആയിക്കാണ്ട് ആ സംഭവമാണിത്. ആ കോട്ടയാണിത്, കുന്നത്തൂർ കോട്ട. ഇത് മൊത്തത്തിൽ എന്താ പറയുക അതിൻ്റെ ഓടും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞാടാനുള്ള കോലത്തിൽ ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആൾക്കാർ ഉള്ളിൽ കയറ്റമൊന്നുമില്ല, കാണിച്ചു തരാൻ പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് തുറന്നു കൊടുക്കുന്നതാണെന്നാണ് കിട്ടിയ അറിയിപ്പ് നമുക്ക് കിട്ടിയത് അല്ലേ? അതങ്ങനെ വടക്കം വീരഗാഥയിൽ എന്താ പറയുക നമ്മളെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച ഒരു കോട്ടയാണ്. ആ പടത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, കുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞിട്ട്. അതാണിത്. എന്താ പറയുക ഗുരുവായൂർ ആനക്കോട്ടൻ്റെ ഉള്ളിൽ തന്നെയാണ്. മൊത്തത്തിൽ ഈ കോട്ടയ്ക്കുള്ള പേരാണല്ലേ കുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞിട്ട്. ആനകൾ മൊത്തത്തിലുള്ള ഏകദേശം 35 അത്ര ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് 46-50 ആനകളോളം ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ കണ്ട ആനകളൊക്കെ എന്താ പറയുക നോർമലാണ്. അതിൽ മതപ്പാടുള്ള ആനകളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ ഒരു അടിപൊളി ഒരു ആന ഉണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ വലിയ കേശവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആന ഉണ്ടായിരുന്നു. നല്ല തലയെടുപ്പൊക്കെ ഉള്ള ഒരു ആനയായിരുന്നു. ആൾ 2-3 വർഷങ്ങൾക്ക് മുന്നേ ചെരിഞ്ഞു. അപ്പോൾ
ഇപ്പം നിലവിലില്ല. പിന്നെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആന എന്ന് പറയുന്നത് നന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു ആന ഉണ്ട്. അത് നമ്മൾ വരുമ്പോൾ മുന്നേ തന്നെ കണ്ട ആനയാണ്. ഏഷ്യയിലെ ഏറ്റവും തൂക്കം കൂടിയ ആന കേട്ടോ. പോരാ. ഏത് പഴയ ബിൽഡിംഗ് അല്ലേ? നമുക്ക് വിശദ വിവരങ്ങൾ ചോദിക്കാൻ ഇവിടെ ഒരാളുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ബാബു ചോദിച്ചേ. ഇവിടെ ഒരാൾ കടന്നിറങ്ങുന്നുണ്ട് കേട്ടോ, ഒരു കൂസലും ഇല്ലാതെ. ഉറങ്ങന്നെ അല്ലേ? നേരം വെളുക്കാ തിന്നാ കടന്നുറങ്ങുക, പണിയില്ല. എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ എനിക്ക്? അല്ലെങ്കിൽ ആനാളൊന്ന് പോയാണ് നോക്കി നോക്കെ. 50 ആന ഉണ്ട്, ഒന്ന് പോയി ശ്രദ്ധിച്ചു നോക്കാം അറ്റങ്ങളെ. തിന്നാ കടന്നുറങ്ങുക, നേരം വെളുക്കുക, പണിയില്ല, കാറാറുമില്ല. വാപ്പുട്ടി നീച്ചോണു. എന്താണ് ഇത്? മോഴാനാണ് തോന്നുന്നു കേട്ടോ. ഈ ആനയാണ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ഏറ്റവും പ്രായം കൂടിയ ആന. 85 വയസ്സാണ് ഇതിൻ്റെ വയസ്സ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വെള്ളം കണ്ടിട്ട് കുറേ സൈക്കിളുണ്ട്. കുളിച്ചൂടെ എനിക്ക്? എന്നെ വിളിച്ചോ, പോയി കുളിപ്പിച്ചോടുത്ത. അതിന്റെ ഇങ്ങോട്ട് എത്തൂല ചങ്ങല വള്ളത്തിന്റെ അങ്ങോട്ട്. ഈ 3 ആനകളെ കണ്ടുപോയി.
തേനി മല മേലെ ഇതാണ് വിഷ്ണുവാന. ഇവിടെ അടുത്തെവിടെയാണ് നമ്മൾ പോരാ ഏത് ജില്ലയിലാണ്? ചോദിച്ചു നോക്കാം. തൃശ്ശൂർ ജില്ലയിലോ? തൃശ്ശൂർ അല്ലോ ഒന്ന്. എപ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.